ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയായിരിക്കും ഇത്ര വളരെ വെൽ പ്ലാൻഡായിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ അവരുടെ സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും അവർ ആ സ്ഥലം കീഴടക്കിയിട്ടുണ്ടാവുക? അവരുടെ ചതി നീക്കങ്ങൾ എന്തുകൊണ്ട് ഇവിടെയുള്ള അല്ലെങ്കിൽ അവർ ഇൻവേഡ് ചെയ്തിട്ടുള്ള സ്ഥലത്തുള്ള രാജാക്കന്മാർക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർ ആ സ്ഥലം ഒബ്സർവ് ചെയ്യുകയും ആ ഒബ്സർവ് ചെയ്ത രീതി വെച്ച് അവർ അതിൻ്റെ അനുസരിച്ചിട്ടൊരു ഡേറ്റ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഇവിടെ എത്ര മരങ്ങളുണ്ട്, ഇവിടെ എത്ര ആൾക്കാരുണ്ട്, ആൾക്കാരെന്തൊക്കെയാണ് ഫുഡ് കഴിക്കുക, ഇവിടുത്തെ രാജാവ് എന്താണ്, അയാളുടെ പ്രത്യേകത എന്താണ്, അയൽ രാജ്യം എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് മുഴുവനും അവരൊരു പേപ്പറും പേനയും എടുത്ത് എഴുതി തയ്യാറാക്കി ഒരു ഡേറ്റ ഉണ്ടാക്കുകയാണ്. ഈ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, അവനെ എങ്ങനെ വീഴ്ത്താം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ അവർക്ക് നുഴഞ്ഞു കയറാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇവരുടെ കീഴിൽ കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിനോടനുബന്ധിച്ച് ഞാൻ ഈ അടുത്തിടെ വായിച്ചൊരു പുസ്തകമാണ് വിനിൽ പോളിൻ്റെ മൃഗയ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതിൽ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള കാടുകളിലെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളതൊക്കെ മലബാർ ഏരിയയിലുള്ള അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള കാടുകളിലുള്ള അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിലുള്ള കാടുകളിൽ അവരെങ്ങനെ വേട്ടയാടുകയെന്നും അവർ എങ്ങനെയാണ് വേട്ടയാടിയത്, അപ്പം അവർ വേട്ടയാടിയ മൃഗങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ അവർ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്, അത് എഴുതി വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ ഇവിടെ എന്തൊക്കെ ചെയ്തു, എത്ര മൃഗങ്ങളെ കൊന്നു, എത്ര ആനയെ കൊന്നു എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അപ്പം ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടായിരിക്കും അവർ എന്താ പറയുക, ഓരോ സ്ട്രാറ്റജി ഉണ്ടായിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലും രാജാക്കന്മാരുണ്ട്, പക്ഷെ അവരും മറ്റ് പ്രദേശത്തുള്ള രാജാവിനെ ആക്രമിക്കുന്നതും ഇതൊക്കെ അവർക്ക് സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. പക്ഷേ ഇവരുടേതുപോലുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക്, അതായത് വളരെ വെൽ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവർ പണ്ട് മുതലേ നടപ്പിലാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ, ഇപ്പോൾ യൂട്യൂബ് ആയിരുന്നാലും മറ്റ് ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും അൽഗോരിതം വെച്ചിട്ട് ആൾക്കാർ ഡേറ്റ എടുത്ത് അൽഗോരിതം ഉണ്ടാക്കി അവരവർക്ക് അതൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ഒരു കളിയാണ് അവരെപ്പോഴും എന്താ പറയുക ചെയ്യുക. അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു പുസ്തകമാണ് ഈ മൃഗയ എന്ന് പറയുന്ന പുസ്തകം. അതായത് അവർ വ്യക്തമായിട്ടുള്ള കണക്കുണ്ട്, എത്ര കടുവകളെ കൊന്നു,